നമ്മൾ ഇതുപോലെ നിരവധി സ്മാർട്ട് ഫോണുകളുടെ വീഡിയോകൾ ഇൻഡിവിജ്വലായിട്ട് ഓരോരോ ഫോണുകളുടേതായിട്ട് ഇവിടെ ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങളുടെ തിരക്ക് കൊണ്ട് നിങ്ങളെല്ലാം ഒന്നും ഒരുപക്ഷെ കാണാറില്ലായിരിക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു 10 ഫോണൊക്കെ ആകുമ്പോൾ ഇവിടെ ചെയ്തത് ഒരു 10 എണ്ണമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ആ 10 ഫോണും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് 10 ഫോണിൻ്റെയും പ്രത്യേകതകൾ ഒരുമിച്ച് ഒറ്റ വീഡിയോയിലൂടെ ചെയ്യും. ഇതൊരു എന്താ പറയുക, ഒരു ക്യാപ്സൂൾ സാധനമാണ്. അതായത് തിരക്കുള്ളവർക്ക് കാണാൻ പറ്റിയ ഒരു സാധനം. ഒറ്റ വീഡിയോയിലൂടെ 10 ഫോണുകളുടെ ഒരു ഡീറ്റെയിൽസ് അറിയും. പല പ്രൈസ് കാറ്റഗറിയിൽ വരുന്ന 10 ഫോണുകളാണ് ഇന്ന് ലാസ്റ്റ് നമ്മൾ ചെയ്ത ഫോണുകളുടെ കൂട്ടത്തിൽ 10 എണ്ണം ഒരുമിച്ച് ചെയ്യാൻ. പക്ഷേ ഒരു 10 എണ്ണം ഇല്ല, നമ്മൾ എങ്ങനെ നോക്കിയിട്ട് 9 എണ്ണേ കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് 10 ഫോണുകൾ ഉൾപ്പെടുത്താൻ പറ്റി. ഇപ്പോൾ 10 എണ്ണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാലം കുറേ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഫോണിൻ്റെ പ്രൈസ് കൂടുന്നതുകൊണ്ട് സ്മാർട്ട് ഫോൺ ലോഞ്ചുകൾ ഇപ്പോൾ കുറവാണ്. അതുകൊണ്ട് ഏകദേശം ഒരു 9 ഫോണുകളിലാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നതാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ പെട്ടെന്ന് ഈ ഫോണുകളുടെ ഡീറ്റെയിൽസ് ഓരോന്നായിട്ട് പറയുന്നത്. അതിനകത്ത് ആദ്യം പറയുന്നത് മോട്ടറോളയുടെ മോട്ടോ എഡ്ജ് 70 Pro Plus എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. എനിക്ക് പേഴ്സണലി കുറച്ച് ഇഷ്ടപ്പെട്ടൊരു ഫോണാണ്. നല്ല ഒരു ഡിസൈൻ, നല്ല ഒരു ഇൻഹാൻഡ് ഫീൽ, വളരെ ലൈറ്റ് വെയിറ്റ് ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.8 ഇഞ്ചിന്റെ എക്സ്ട്രീം AMOLED ഡിസ്പ്ലേ ആണ്. 144 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോൺ കൊടുത്തിട്ടുണ്ട്. മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 8500 എക്സ്ട്രീം എന്ന് പറയുന്ന പ്രോസറാണ്. ഏകദേശം 2.3 മില്യൺ ആണ് ഇതിന്റെ ഒരു ANTUTU സ്കോർ. അതുപോലെ ക്യാമറ വന്നിട്ട് 3 ക്യാമറകൾ ബാക്കിലുണ്ട്. അത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. 50 MB ആണ് എല്ലാം. അതുപോലെ സെൽഫിയും 50 MB ആണ്. മൊത്തത്തിൽ ഇപ്പോൾ 4 ക്യാമറകൾ 4 50 MB ആണെന്ന് പറയേണ്ടി വരും. അതുപോലെ 6500 mAh ബാറ്ററി കപ്പാസിറ്റി. നോക്കി, ഈ കുഞ്ഞു ഫോണിനകത്ത് 6500 mAh ബാറ്ററി, 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കറാണ്, NFC ഉണ്ട്. അതുപോലെ ഈ ഒരു ഫോണിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നിലവിൽ 12 GB RAM 256ന്റെ വില എന്ന് പറയുന്നത് 47,999 രൂപയാണ്. ആ പ്രൈസിന് ഈ ഫോൺ വലിയ കുറ്റങ്ങളൊന്നും നമുക്ക് പറയാൻ ഇല്ല. ഒരുവിധം നല്ലൊരു ഫോണാണ്. ഇപ്പോൾ തന്നെ ഏകദേശം 154 പേരുടെ ഒരു റിവ്യൂ ഫ്ലിപ്കാർട്ടിൽ കാണുന്നുണ്ട്. 4.2 റിവ്യൂ ഇതിന് കാണുന്നുണ്ട്. ഓക്കെ, അടുത്ത ഫോണിലേക്ക്. അടുത്ത ഫോൺ എന്ന് പറയുന്നത് OnePlus N6 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്ത് കൈപൊള്ളി ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം OnePlus N6-നകത്ത് എനിക്കൊരു അബദ്ധം പറ്റി. എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോൺ ആക്ച്വലി ലോഞ്ചിന് മുമ്പ് എംബാർഗോ എന്ന് പറയും, ആ ലോഞ്ച് ഡേയിലാണ് നമ്മൾ വീഡിയോ ഔട്ട് ആകേണ്ടത്. അപ്പോൾ ഈ ഫോൺ അവർ അയച്ചു തന്നപ്പോൾ ബ്രാൻഡ് നമ്മളോട് ഇതിൻ്റെ പ്രൈസോ അത് ആരും പറയാറില്ല. അതിൻ്റെ പ്രൈസോ ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് റോം എത്രയെന്നൊന്നും പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഈ ഫോൺ അതിൻ്റെ പ്രൈസ് ഒന്നും അറിയാതെയാണ് ഞാനപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യുന്നത്. ആ ഫോൺ അന്ന് OnePlusന്റെ N6 എന്ന് പറയുന്ന ഫോൺ OnePlusന്റെ ഏറ്റവും വിലക്കുറവുള്ള ഫോൺ എന്നാണ് ആദ്യം അവരൊന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ നോക്കിയപ്പോൾ OnePlus Nord C6 Lite ഒക്കെ 1999 ലോഞ്ച് ചെയ്തത്. ഞാൻ വെച്ചിട്ട് 18,000 രൂപയായിരിക്കും ഇതിൻ്റെ വില. ഫോൺ എനിക്ക് പേഴ്സണലി മൊത്തത്തിൽ ഉപയോഗിച്ചപ്പോൾ കൊള്ളാം. വീഡിയോ അങ്ങോട്ട് ഔട്ടായി കഴിയുമ്പോഴാണ് അറിയുന്നത് 4 GB RAM ആണ് ഇതിൻ്റെ ബേസ് വേരിയൻ്റ് എന്ന്. അത് ഞാൻ അറിഞ്ഞില്ല, എന്നോടാരും പറഞ്ഞിരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോഴത്തേക്ക് ഫോൺ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുവിധം പോസിറ്റീവ്, ഫോൺ കൊള്ളാമെന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ വന്നു. അപ്പോഴത്തേക്ക് നിങ്ങൾ പലരും കാര്യം അറിയാതെ അത് പെയ്ഡ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു എന്താ പറയുക കമൻറ്റ്സ് ഒരുപാട് പേര് വന്നു. പക്ഷേ ഈ പറഞ്ഞല്ല, എനിക്ക് ആ റാം വേരിയൻ്റ് ഏതെന്ന് അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 22,999 രൂപയാണ് ഈ 4 GB RAM 128 GB വില. ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് കിട്ടുന്നത് LCD ഡിസ്പ്ലേ ആണ്. അതും HD+ റെസൊല്യൂഷനേ ഉള്ളൂ. 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ്, മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 6360 അപ്പെക്സ് എന്ന് പറയുന്ന പ്രോസർ, ANTUTU സ്കോർ വന്നിട്ട് ഏകദേശം 6 ലക്ഷം, 50 MB ഒരു പ്രൈമറി ക്യാമറ, 8 MP സെൽഫി ക്യാമറ, 8000 mAh ബാറ്ററി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട്, പിന്നെ സ്റ്റീരിയോ സ്പീക്കർ ആയിരുന്നു. അപ്പോൾ 22,999 രൂപയാണ് പ്രൈസ്. പിന്നെ എങ്ങനെ ഇത് OnePlusന്റെ ഏറ്റവും വില കുറഞ്ഞ ഫോണെന്ന് ലോഞ്ചിന് മുമ്പ് ഇവർ അവകാശപ്പെട്ടു എന്നുള്ളതിനകത്ത് എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ്. അതുപോലെ തന്നെ OnePlus അവകാശപ്പെട്ട പല കാര്യങ്ങളും ഈ ഒരു ഫോണിനകത്ത് പല രീതിയിലാണ് വന്നിരിക്കുന്നത്. അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിന്റെ ബാറ്ററി എൻഡ്യൂറൻസ്, അതായത് 6 വർഷമൊക്കെ ഇതിന്റെ ബാറ്ററി ഒരു കുഴപ്പമില്ലാതെ നിൽക്കുമെന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷേ അത് ലോവർ വേരിയന്റിൽ ഇല്ല എന്ന് ഉള്ളതായിരുന്നു സത്യം. ഹയർ വേരിയന്റിന്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പല കാര്യങ്ങളും OnePlus മറച്ചു വെച്ചുകൊണ്ടായിരുന്നു സത്യത്തിൽ ഈ ഒരു ഫോൺ അവർ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഈ പ്രൈസ് പോയിന്റിൽ 22,999 എന്ന് പറയുന്ന പ്രൈസിൽ ആ ഫോൺ അത്ര വರ್ತല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് സാംസങ്ങിന്റെ Galaxy A27 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. ഈ ഫോൺ വീഡിയോ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരുവിധം പേഴ്സണലി കുറച്ച് ഇഷ്ടപ്പെട്ടു. എൻ്റെ ക്യാമറ കൊള്ളാം, നല്ല സാംസങ്ങിന്റെ ഒരു ക്യാമറ ആണല്ലോ. മിക്ക ഫോണുകളിലും സാംസങ്ങിന്റെ ക്യാമറ ഒരു ഓക്കെയാണ്. അതും ഇതിനകത്ത് എനിക്ക് ക്യാമറ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാംസങ്ങിന്റെ മറ്റൊരു ഫോണിന്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, സാംസങ് Galaxy M47 എന്ന് പറഞ്ഞു. ഇതിനേക്കാളും ക്യാമറ ബെറ്റർ ആണ് A27നകത്ത്. അതുപോലെ ഡിസ്പ്ലേ ഒക്കെ കൊള്ളാം. ഈ പറഞ്ഞ പോലെ പ്രൈസ് ആണ് ഇപ്പോൾ ഒന്നും നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. A27ന്റെ വില എന്ന് പറയുന്നത് 31,999 രൂപയാണ്. അപ്പോൾ ഈ A27നകത്ത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു പറയുന്നത്, ആദ്യമായിട്ട് സ്നാപ്ഡ്രാഗന്റെ പ്രോസർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 6 Gen 3 പ്രോസർ വരുന്നു. 6.65 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ്. അതുപോലെ ANTUTU സ്കോർ വന്നിട്ട് ഏകദേശം 8 ലക്ഷമാണ്. 50 MB പ്രൈമറി, 5 MB അൾട്രാ വൈഡ്, 2 MB മാക്രോ, 12 MB സെൽഫി, അതുപോലെ 5000 mAh ബാറ്ററി, 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉള്ളൂ. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടേ ഉള്ളൂ. ചാർജർ ബോക്സിൽ ഇല്ല. ഇത് രണ്ടും കുറവാണ്. മോണോ സ്പീക്കർ ആയിരുന്നു, അതും കുറവാണ്. 6 GB RAM 128ന്റെ വിലയാണ് 31,999 രൂപ. ആ ഫോണും ഈ പറഞ്ഞതുപോലെ സാംസങ് എന്ന ബ്രാൻഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നോക്കാം എന്നേ ഉള്ളൂ. ഈ പറഞ്ഞ മോണോ സ്പീക്കറൊക്കെ 32,000 രൂപയ്ക്ക് വിൽക്കുക എന്ന് പറയുന്നത് ഒട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അടുത്ത മറ്റൊരു അവതാരം എന്ന് പറയുന്നത് ടെക്നോ പോവ 8 എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണാണ്. ഇതും ഭയങ്കരമായിട്ടുള്ള പ്രൈസാണ്, നമുക്ക് സഹിക്കാൻ പറ്റാത്ത പ്രൈസാണ്. ഇതിനകത്തും വരുന്നത് ഫുൾ
HD പ്ലസ് ഡിസ്പ്ലേ ആണെങ്കിലും LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 29,999 രൂപ. നോക്കി, ആ സാംസങ് 32,000 രൂപയ്ക്ക് A27 ഒന്നില്ലെങ്കിൽ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. മോണോ സ്പീക്കർ ആണേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് 30,000 രൂപയ്ക്ക് 29,999 രൂപയ്ക്ക് ഈ പറഞ്ഞ പോലെ LCD ഡിസ്പ്ലേ ആണ്. അതും ടെക്നോ എന്ന് പറയുന്ന ബ്രാൻഡ് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഫോൺ കണ്ടു കഴിഞ്ഞാലൊക്കെ നത്തിങ്ങിന്റെ ഫോണിന്റെ ഒക്കെ ഒരു സ്റ്റൈലാണ്, കണ്ടില്ലേ? ആ ഒരു രീതി, ഒരു ട്രാൻസ്പെറന്റ് ഡിസൈൻ പോലൊക്കെ നമുക്ക് തോന്നും. കാണാനും ഒക്കെ ഭയങ്കര ലുക്കൊക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞ 30,000 രൂപയ്ക്ക് LCD ഡിസ്പ്ലേയും ടെക്നോ എന്ന് പറയുന്ന ബ്രാൻഡ് വാല്യൂ ഉണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പോൾ 30,000 രൂപ ഇതിന് കൊടുക്കുന്നത് വರ್ತല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 6.76 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ, 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, MediaTekന്റെ Dimensity 7100 5G പ്രോസസർ, ഏകദേശം 7.5 ലക്ഷം AnTuTu സ്കോർ ആണ് ഫോണുള്ളത്. 50 MB പ്രൈമറി ക്യാമറ, 13 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, 8000 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിലുണ്ട്. സ്റ്റീരിയോ ആണ് എന്നുള്ളതും പ്രത്യേകമാണ്. 6GB 128 ആണ്, 29,999 രൂപ. അടുത്ത ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടെ P4R എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. ഈ ഒരു ഫോണും LCD ഡിസ്പ്ലേ ആണ്, മോണോ സ്പീക്കർ ആണ്, ഒക്കെയാണ്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ടെക്നോയുടെ ഈ ഒരു ഫോൺ LCD ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് വന്ന് 30,000 രൂപ കൊടുക്കണം. പക്ഷേ P4Rന് അത്രയും കൊടുക്കണ്ട, 18,999 കൊടുത്താൽ മതി. അവിടെയാണ് P4Rനെ നമ്മൾ പോയിട്ട് പൂജിക്കേണ്ടത്. LCD ഡിസ്പ്ലേ ആണ്, 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ്, MediaTekന്റെ Dimensity 6300 പ്രോസസർ ആണ്, AnTuTu സ്കോർ വന്നിട്ട് 6 ലാക്ക് ആണ്, 50 MB പ്രൈമറി ക്യാമറ ബാക്കിൽ, 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, ടെക്നോ പോവ 8 ഉള്ളതുപോലെ തന്നെ 8000 mAh ബാറ്ററി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോണിലും. ഇത് മോണോ സ്പീക്കർ ആണ്. ഇത് വന്നിട്ട് 4GB റാം ആണ്, 128GB ഇന്റർണൽ സ്റ്റോറേജിന്റെ വിലയാണ് 18,999 രൂപ. അപ്പോൾ ഇന്ന് പറഞ്ഞതിനകത്ത് എനിക്ക് ഒത്തിരിയെങ്കിലും വില കുറച്ച് വാങ്ങാവുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത് റിയൽമി P4R ആണ്. നോക്കി, പണ്ട് 18,999, അതായത് 19,000 രൂപയ്ക്കൊക്കെ ഒരു വർഷം മുമ്പ് നമുക്ക് AMOLED ഡിസ്പ്ലേയും സ്റ്റീരിയോ സ്പീക്കറും അടിപൊളി സെറ്റപ്പ് ഫോൺ കിട്ടുന്നതാണ്. ഇന്ന് ആ പ്രൈസ് റേഞ്ചിലേക്ക് വന്നപ്പോൾ കിട്ടുന്ന ഫോൺ ഇതൊക്കെ ആയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അടുത്തത് OnePlusന്റെ Nord C6 Lite എന്ന് പറയുന്ന ഫോണാണ്. നോക്കി, ഇതെനിക്ക് ഭയങ്കര ഇതിന്റെ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു. നമ്മൾ കയ്യിൽ പിടിക്കാൻ നല്ല, നോക്കി, കനം കുറഞ്ഞ് ഹൈറ്റ് കൂടിയ രീതിയിലുള്ളൊരു ഫോണാണ്. കാണാൻ നല്ല ലുക്കുണ്ട്, 3 ക്യാമറയാന്നൊക്കെ തോന്നും ബാക്ക് കണ്ടു കഴിഞ്ഞാൽ, നല്ല ലുക്ക്. അതുപോലെ OnePlus ഈ പറഞ്ഞ അവരുടെ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടല്ലോ, ഒരുവിധം സ്റ്റാൻഡേർഡ് ആണ് എന്നുള്ളത് പറയാൻ വയ്യ. പക്ഷേ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 19,999 രൂപ, 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്തൊരു ഫോണാണ്. ഇപ്പോൾ ഇതിന്റെ വിലയെന്ന് പറയുന്നത് 25,999 രൂപയാണ്, 26,000 രൂപയായിട്ടുണ്ട് റൗണ്ട് ചെയ്ത് പറഞ്ഞാൽ. ഈ ഫോണിനകത്തും ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഉണ്ട്, LCD ഡിസ്പ്ലേ ആണ്, 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, MediaTek Dimensity 7400 Apex എന്ന് പറയുന്ന പ്രോസസർ, AnTuTu സ്കോർ വന്നിട്ട് ഏകദേശം 1 മില്യൺ ഉണ്ട്. പെർഫോമൻസ് വൈസ് ഓക്കെ ആണ്. 50 MB പ്രൈമറി, 2 MBയുടെ ഒരു ഡെപ്ത് സെൻസർ, 8 MBയുടെ സെൽഫി, 7000 mAh ബാറ്ററി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിലുണ്ട്, സ്റ്റീരിയോ സ്പീക്കറാണ്, 6GB റാം 128 ആണ്, 25,999 രൂപ. അഭിപ്രായം പറയാൻ ചോദിച്ച പ്രൈസ് ഭയങ്കരം എന്നാണ് എനിക്ക് ആ ഒരു ഫോണിനെ പറ്റി പറയാനുള്ളത്. അടുത്ത മറ്റൊരു വേസ്റ്റ് ഫോൺ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും, റിയൽമി 16T. ഇതിന്റെ വില ഇപ്പോൾ വന്നിട്ട് 27,999 രൂപയാണ്, അതായത് 28,000 രൂപയാണ്. ഈ പ്രൈസ് പോയിന്റിൽ LCD ഡിസ്പ്ലേ ആണ്, 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ്, 6.8 ഇഞ്ചിന്റെ ഡിസ്പ്ലേ, MediaTek Dimensity 6300 എന്ന് പറയുന്ന പ്രോസസർ, AnTuTu സ്കോർ വന്നിട്ട് ഏകദേശം 6 ലക്ഷമേ ഉള്ളൂ, 50 MB പ്രൈമറി ക്യാമറയുണ്ട്, പിന്നെ ഒരു 2 മെഗാ പിക്സൽ ക്യാമറയാണ്, 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ്, അതുപോലെ 8000 mAh ബാറ്ററി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, സ്റ്റീരിയോ സ്പീക്കറുകളാണ്, 6GB റാം 128ന്റെ വില 27,999 ആണ്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ LCD ഡിസ്പ്ലേ നോക്കി, ഈ കാണുന്ന OnePlus C6 ലൈറ്റും LCD ഡിസ്പ്ലേ ആണ്, ഈ കാണുന്ന റിയൽമി 16T എന്ന് പറയുന്ന ഈ ഒരു ഫോണും LCD ഡിസ്പ്ലേ ആണ്. പക്ഷേ LCD ഡിസ്പ്ലേയിൽ തന്നെ പല ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട് എന്ന് ഞാനൊരു വീഡിയോ പറഞ്ഞപ്പം ആരോ വന്നിട്ട് കമന്റും, പിന്നെ LCD ഡിസ്പ്ലേയില്ല പല ക്വാളിറ്റി എന്ന് കമന്റ് ഇട്ടവരുണ്ട്. ഇതിന്റെ ഈ ഫോൺ നോക്കി LCD ഡിസ്പ്ലേ ആണ്, പക്ഷേ ആ ഒരു അതിന്റെ ഒരു എന്താ പറയുക, ഒരു കോൺട്രാസ്റ്റ് കണ്ടില്ല, ആ ബ്ലാക്ക് ഒക്കെ കണ്ടില്ല, നല്ല ഷാർപ്പ് ബ്ലാക്ക്, ഈ പറയുന്ന AMOLED ഡിസ്പ്ലേ പോലെ തോന്നിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഫോൺ ഈ പ്രൈസ് പോയിന്റിൽ 28,000 രൂപയ്ക്ക് ഒട്ടും ഈ പറഞ്ഞ പോലെ വರ್ತല്ല നേരത്തെ ഉള്ള ഫോണുകളുടെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് വേണം പറയാം. അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, P4R അല്ല ഇന്ന് നമ്മൾ പറയുന്ന കൂട്ടത്തിലെ ഏറ്റവും വില കുറഞ്ഞ ഫോൺ. ഇന്ന് നമ്മൾ പറയുന്ന കൂട്ടത്തിലെ ഏറ്റവും വില കുറഞ്ഞ ഫോൺ എന്ന് പറയുന്നത് ഐറ്റലിന്റെ A100 Pro എന്ന് പറയുന്ന ഫോണാണ്. ഇത് നമുക്ക് 9,199 രൂപയ്ക്ക് വാങ്ങാം, 3GB റാം 64GB വേരിയന്റ്. അപ്പോൾ ഇന്ന് പറഞ്ഞ ഫോണുകളുടെ പ്രൈസ് എല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഒരാൾക്ക് ഇത്രയും രൂപയൊന്നും ചിലവാക്കാനില്ല, ഒരു 10,000 രൂപയിൽ കൂടുതൽ ഒരു ഫോൺ മേടിക്കാൻ പൈസ ഇല്ലാന്ന് തോന്നാതെ വേണമെങ്കിൽ വാങ്ങാം ഐറ്റൽ A100 Pro. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്, ഇത് 5G അല്ല, 4G ആണ്. കാര്യം 5G എന്നൊക്കെ പറഞ്ഞാൽ 10,000 താഴെ ഇപ്പോൾ കിട്ടാത്ത അവസ്ഥയാണ്. 4G ആണ്. അതുപോലെ HD പ്ലസ് ഡിസ്പ്ലേ ആണ്, ഇതും LCD ഡിസ്പ്ലേ ആണ്, 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, യൂണിസോക്കിന്റെ T7100 എന്ന് പറയുന്ന പ്രോസസർ, AnTuTu സ്കോർ വന്നിട്ട് 1.5 ലാക്കേ ഉള്ളൂ, 8 MB ക്യാമറ, 5 MB സെൽഫി ക്യാമറയാണ്, ക്യാമറയൊന്നും വലിയ ഗുണമൊന്നുമില്ല, 5000 mAh ബാറ്ററിയാണ്, 10 വാട്ടിന്റെ ചാർജറാണ്, മോണോ സ്പീക്കറാണ്, 3GB റാം 64GB, 9,199. അപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രായമായവരൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ, ഈ പറഞ്ഞ പോലെ വലിയ വാട്സപ്പ് പോലും ഉപയോഗിക്കാത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം എന്നേ ഉള്ളൂ. ഈ ഒരു ഫോൺ കാണാൻ ഭയങ്കര ലുക്കാണ്, iPhone 17 Proയുടെ ഓറഞ്ച് കളറാണെന്നൊക്കെ തോന്നും ഒറ്റ നോട്ടത്തിൽ.
പക്ഷേ ഈ പറഞ്ഞ പോലെ 4G ആണ്. പിന്നീട് പറയാനുള്ള ഒരു ഫോൺ, ഇത് സാംസങ്ങിൻ്റെ M47 ആണ്. നിങ്ങൾ ഒരുപാട് പേര് ഇതിൻ്റെ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങി ചെയ്തതാണ്. അപ്പോൾ ഈ ഫോൺ കാണാൻ ഭയങ്കര ലുക്കാണ്. ഇതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, ഭയങ്കര പഞ്ചിയറാണ്, പോപ്പ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് കളറാണ്. ഇതിൻ്റെ ഒരു ബ്ലൂ കളർ വേരിയൻറ്റ് കൂടെയാണ് സാംസങ് M47 ഉള്ളത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് പറഞ്ഞ് തുടങ്ങാം. ഞാൻ ഈ ഫോൺ ഓഫറിൽ ആമസോണിൽ ഒരു ഓഫറിൽ വാങ്ങിയതാണ്. ഫ്ലിപ്കാർട്ടിലേക്ക് ഗോഡ് സെയിലോ അങ്ങനെ ഒരു സെയിൽ നടന്നപ്പോൾ ആമസോണിൽ സെയിൽ ഓഫർ ഉണ്ടായിരുന്നു. അന്ന് ഈ ഫോൺ ഞാൻ വാങ്ങിയപ്പോൾ, അന്ന് വെച്ചാൽ ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല, 22,999 രൂപ. റൗണ്ട് ചെയ്ത് പറയാം, അതായിരിക്കും നല്ലത്. 23,000 രൂപയ്ക്ക് മേടിച്ചതാണ്. പിന്നീട് 5 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഫോൺ എൻ്റെ കയ്യിലേക്ക് കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ വില 33,000 രൂപയിലേക്ക്, റൗണ്ട് ചെയ്താണ് പറയുന്നത്, കൂടി. അന്ന് ആളുകൾ ഒരുപാട് പേര് ട്വിറ്ററിലൊക്കെ പറഞ്ഞിരുന്നു, എന്താണ് ഈ കാണിക്കുന്നത് സാംസങ്, ഒരു കുറഞ്ഞ വിലയിൽ, അതായത് അണ്ടർ 25 ലോഞ്ച് ചെയ്ത് യൂട്യൂബേഴ്സൊക്കെ നല്ല ഫോണെന്ന് പറഞ്ഞു. അടുത്ത ആളുകൾ വാങ്ങുന്ന സമയപ്പം 10,000 രൂപയോളം കൂട്ടി. പക്ഷേ എന്തായാലും സാംസങ് അത് കേട്ടോ എന്നറിയില്ല. പിന്നീട് ഇതിൻ്റെ വില ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഇന്ന് 16 ജൂലൈയിൽ ഈ ഒരു ഫോണിൻ്റെ വില ഞാൻ നോക്കുമ്പോൾ 25,999 രൂപയിലേക്ക് കുറച്ചിട്ടുണ്ട്. ആ പ്രൈസ് പോയിന്റിൽ ഓക്കെയാണ്. ഞാൻ വാങ്ങിയത് 23,000, 26 വരെ കുഴപ്പമില്ല, 33 വരെ കൂട്ടിയിരുന്നു. ആ 33 ഒട്ടും വರ್ತല്ല, പക്ഷേ 26 വരെയൊക്കെ ഓക്കെ എന്ന് വേണം പറയാം. AMOLED ഡിസ്പ്ലേ ആണ്, 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, സ്നാപ്ഡ്രാഗൺ 6 Gen 3 പ്രോസർ, 8 lakh Antutu സ്കോർ ഉണ്ട്, 50 MB പ്രൈമറി, 5 MB ഒരു അൾട്രാ വൈഡ്, 2 MB ഒരു മാക്രോ ഉണ്ട്, അതുപോലെ 12 MB സെൽഫിയാണ്. ക്യാമറ ഓക്കെ ആയിട്ടുള്ളൊരു ഫോണാണ്. 6000 mAh ബാറ്ററി ഉണ്ട്, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്, ചാർജർ ഇല്ല. സാംസങ് ആണ്, മോണോ സ്പീക്കർ ആണ്, NFC ഉണ്ട്, 6GB 128 വിലയാണ് 25,999 രൂപ. അപ്പോൾ ഇന്ന് നമ്മൾ മൊത്തത്തിൽ 9 ഫോണുകളാണ് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ വീഡിയോ? ഇതുപോലെ ഇനിയും കുറേ ഫോണുകളെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള വീഡിയോ ഇതുപോലെ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.